നിന്നുള്ള എയർ ഇന്ത്യ യാത്രക്കാരുടെ ദുരിതം തുടരുന്നു. കഴിഞ്ഞ ദിവസം കോഴിക്കോട്ടേക്ക് പുറപ്പെടേണ്ടിയിരുന്ന യാത്രക്കാർ ഇനിയിപ്പോൾ പുറപ്പെടാനാകുമെന്ന ഒരു വിവരവുമില്ലാതെ ഹോട്ടലിൽ കഴിയുകയാണ്. ഉംറ തീർത്ഥാടകരും രോഗികളും ഉൾപ്പെടെയുള്ള യാത്രക്കാർ പരാതിയുമായി എയർ ഇന്ത്യ ഓഫീസിലെത്തിയെങ്കിലും പരിഹാരമായില്ല. ഇന്നലെ ജിദ്ദയിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോകേണ്ടിയിരുന്ന യാത്രക്കാരെ എയർ ഇന്ത്യയുടെ സർവീസ് താളം തെറ്റിയതിനാൽ ഇന്നലെ തന്നെ ഹോട്ടലിലേക്ക് മാറ്റിയിരുന്നു. ഇന്നത്തെ വിമാനത്തിൽ നാട്ടിലേക്ക് പോകാനാകും എന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ ഇന്നത്തെ വിമാനത്തിൽ ഇവരെ യാത്ര ചെയ്യാൻ അനുവദിച്ചില്ല. നാളെ ജിദ്ദയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വിമാനമില്ല. ശനിയാഴ്ചയിലെ വിമാനം നേരത്തെ തന്നെ ബുക്കിംഗ് പൂർത്തിയാകുകയും ചെയ്തു. ഇനി എന്ന് പോകാനാകുമെന്ന കൃത്യമായ ഒരു വിവരവുമില്ല. ഉംറ തീർത്ഥാടകരും സ്ത്രീകളും കുട്ടികളും രോഗികളും കുറഞ്ഞ അവധിക്ക് നാട്ടിൽ പോകുന്നവരും ഉൾപ്പെടെയുള്ള യാത്രക്കാർ ഇപ്പോൾ ഹോട്ടലിലാണ്. ഇന്നലെ പോകേണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയ സമയത്താണ് അവർ പറഞ്ഞത് ഇന്നലെ പോകാൻ കഴിയൂല, ഇന്ന് 100% ഞങ്ങൾ വിടാമെന്ന് പറഞ്ഞ് വാക്ക് പറഞ്ഞിട്ടാണ് ഈ ഹോട്ടലിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നാളെ പോകുന്ന വെള്ളിയാഴ്ച ഞങ്ങൾ ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റ് ഒക്കെ ഇട്ട് നമ്മളെ കൊണ്ടുപോകാനുള്ള സംവിധാനമൊക്കെ എയർ ഇന്ത്യക്ക് ചെയ്യാം. പക്ഷെ അതെന്താന്നുള്ളത് നമ്മുടെ അടുത്ത് ഇവർ വന്നിട്ടുണ്ടാക്കില്ല, ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ല. 6 ദിവസത്തെ ട്രീറ്റ്മെന്റിന് വേണ്ടി നാട്ടിലേക്ക് ഒന്ന് പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ അവർക്ക് പോകാൻ പറ്റാതെ വളരെ പ്രയാസപ്പെട്ടിട്ടാണ്. ഒരു മാസത്തെ ലീവിന് പോകുന്ന ആളുകളുണ്ട്. അതേപോലെ അതായത് ഈ സുഹൃത്ത് തല പൊട്ടി കിടക്കുന്നുണ്ടോ, ഇദ്ദേഹം പ്രയാസപ്പെട്ട് നാട്ടിൽ പോകാൻ കഴിയാത്ത പ്രയാസം കൊണ്ട് ഇദ്ദേഹം തല പിന്നി വീണ് ഇദ്ദേഹത്തിന്റെ തലയൊക്കെ പൊട്ടി ഇവിടൊക്കെ അടയാളങ്ങളുണ്ട്, മുറികളൊക്കെ പറ്റി വളരെ പ്രയാസപ്പെട്ട് നിൽക്കുകയാണ്. ഇദ്ദേഹത്തോടെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് എന്താക്കി, കൂടെ വന്നവർക്കൊക്കെ വളരെ പ്രയാസം. ഒരു സാധുവായ മനുഷ്യനാണ്. ഓരോ ദിവസവും അന്ന് യാത്ര ചെയ്യേണ്ട യാത്രക്കാരെ ഹോട്ടലിലേക്ക് മാറ്റി പകരം നേരത്തെ ഹോട്ടലിലേക്ക് മാറ്റിയവരെ കൊണ്ടുപോകുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എയർ ഇന്ത്യ ചെയ്തത്. പ്രത്യേക വിമാനം സർവീസ് നടത്തിയാൽ മാത്രമേ ഇതിന് പെട്ടെന്ന് പരിഹാരം കാണാൻ സാധിക്കൂ എന്നാണ് സൂചന. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ.